നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാവുള്ളൂ എന്ന്. ചിലരുടെ അടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുമ്പോഴായിരിക്കും അവരുടെ സ്വഭാവം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ വീട്ടിലുള്ളവരുടെ സ്വഭാവം ഒട്ടുമിക്കതും നമുക്കറിയാൻ പാടില്ലേ. നമ്മുടെ ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മക്കളുടെ, സഹോദരങ്ങളുടെ ഒക്കെ, നമ്മുടെ വീട്ടിലുള്ളവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വഭാവം നമുക്ക് ഏകദേശമൊക്കെ പിടിവിട്ടിയിരിക്കും. ചില ഒളിച്ചുകളികൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കറിയാൻ പറ്റും. എന്നാൽ പുറമേ ഇവർ പോകുമ്പോൾ നല്ല സെറ്റപ്പ് ഡ്രസ്സിൽ, നല്ല നീറ്റായി ക്ലീനായി നല്ല സെറ്റപ്പായിട്ട് പോകുമ്പോൾ നല്ല സംഭാഷണങ്ങൾ, മറ്റുള്ളവരോട് ഭയങ്കര സ്നേഹം, കരുണ, ദയ ഇതൊക്കെ കാണിക്കുകയും മറ്റുള്ളവരെയൊക്കെ പ്രിയപുത്രനും പ്രിയപുത്രിയായിട്ടിരിക്കുന്നവരെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പുറത്ത് മാന്യന്മാരായിട്ടുള്ളവർ ഒന്നും അകത്തത്ര നല്ല മാന്യന്മാരൊന്നും ആയിരിക്കുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. അതെല്ലാ മനുഷ്യർക്കുണ്ട് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങളും എന്തെങ്കിലുമൊക്കെ സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്. എത്ര പാവമാണെന്ന് പറഞ്ഞാലും എത്ര നല്ലവരാന്ന് പറഞ്ഞാലും അവരിലും എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ പുറമേ അവർ അത് കാണിക്കുന്നില്ല എന്ന്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളോട് കാണുമ്പോൾ അസൂയോ ദേഷ്യമോ കുശുമ്പോ ഒക്കെ കാണും. പക്ഷേ അവരെ പുറത്തത് നല്ല മാന്യമായിട്ട് ചിരിച്ച് പുഞ്ചിരിച്ച് മറ്റുള്ളവരെ എന്നു പറഞ്ഞാൽ വീഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ച് ഒക്കെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആകൃഷ്ടരാകുന്ന സ്വഭാവം നമ്മൾ നിർത്തിവെക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആരെയെങ്കിലും കാണുമ്പോഴത്തേനും ഒട്ടനെ തന്നെ അവരെ ഇഷ്ടപ്പെടുകയും അവരുടെ കൂടെ ചാടിപ്പുറപ്പെടുകയും ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ആരെയും കാണുന്നത് പോലെയല്ല അടുത്തറിയുമ്പോൾ എന്ന്. മാങ്ങയുടെ പുറം മാംസളമാണെങ്കിലും ഉള്ളിൽ ഹാർഡാണ് എന്ന് നമ്മൾ ചിന്തിക്കുക.